നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസിലെ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ കോർ സെക്ടർ ഓഫ് ദ എക്കണോമി എന്നുള്ള ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. നമ്മുടെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഇവിടെ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് അകത്തെ പേജിലേക്ക് പോകുമ്പോഴേക്കും ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ബേസിക്കലി പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ അവിടെ ഗ്രേസിൽ നടക്കുന്ന വൺ ഹോൺ റൈനോസറസിന്റെ ഒരു പിക്ചർ നമുക്ക് ബേസിക്കലി അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പിക്ചർ നമ്മളൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതേപോലെ തന്നെ വൺ ഹോൺ റൈനോസറസിന്റെ ഒക്കെ തന്നെ നമ്മുടെ എക്സാം ഇമ്പോർട്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളായിരിക്കും ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു ടോപ്പിക്കും സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ തേർഡ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 142 അഥവാ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഈ പറഞ്ഞ ഒരു അധികാരം നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നമ്പർ 142. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ അത് വരാനായിട്ട് ഇടയായ സാഹചര്യം തുടങ്ങിയൊക്കെയാണ് നമ്മൾ മെയിൻലി പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് 3 ആർട്ടിക്കിൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 5 ആർട്ടിക്കിൾസിൽ ആദ്യത്തെ 3 ആർട്ടിക്കിളും അപ് ടു ഈ പറഞ്ഞ കോർ സെക്ടർ പൊബിറ്റോറോ ആൻഡ് ദെൻ ആർട്ടിക്കിൾ 142 ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. ഇത് സുപ്രീം കോടതി തേർഡ് ആർട്ടിക്കിൾ സുപ്രീം കോടതിയിലൊക്കെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നതാണ്. നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ അവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ആംഗിൾ ഉണ്ട്. ഈ ഒരു 142 എന്താണെന്നുള്ള വിശദമായിട്ട് പഠിക്കുക നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2വിനകത്തെ സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടോപ്പിക്കാണ് മെയിൻസ് പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. മെയിൻസ് എന്ന് പറയുമ്പോൾ പ്യൂർലി മെയിൻസ് അല്ല, അതിനകത്ത് കുറച്ച് പ്രിലിംസിന്റെ ഫാക്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ ഉണ്ട്. എന്നാലും ആ രണ്ട് ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലുള്ള ആർട്ടിക്കിൾസ് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മീൻസ് ഇപ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് 2070 ആകുമ്പോഴേക്കും നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്ന മീൻസ് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ COP26 വെച്ചിട്ട് ഗ്ലാസ്ഗോയിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മൾ ഇന്ത്യ പറഞ്ഞ 2030 ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ 500 ജിഗാവോൾട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കും തുടങ്ങിയ ഡിക്ലറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിക്ലറേഷൻസ് ഒക്കെ തന്നെ അതേവഴി ഈ പറഞ്ഞ പോലെ സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ന്യൂക്ലിയർ എനർജിക്കും കൂടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്. മീൻസ് ഈ പറഞ്ഞ ഡെഡ് ലൈൻസ് ഒക്കെ തന്നെ മീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഫിഫ്ത്ത് ആർട്ടിക്കിൾ ഇന്ത്യ സിൽവർ എക്കണോമി മീൻസ് ഏജ് ഓൾഡ് പോപ്പുലേഷൻ അടങ്ങുന്ന ആ ഒരു കാറ്റഗറി നമ്മൾ വിളിക്കുന്ന പേരാണ് സിൽവർ എക്കണോമി എന്ന് പറയുന്നത്. ആക്ച്വലി സിൽവർ എക്കണോമിക്ക് നമുക്ക് ചലഞ്ചസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒരുപാട് അധികം നല്ല കാര്യങ്ങൾ ഈ സിൽവർ എക്കണോമി കൊണ്ട് നമുക്ക് എക്കണോമിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എങ്ങനെ ആ ഒരു ചലഞ്ചസിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിലിംസ് സ്പേസിൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ കോർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതാണ് ആ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. കോർ സെക്ടർ ഔട്ട്പുട്ട് താങ്ക്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 42 months എന്നുള്ളതാണ് ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ എക്കണോമിയിലേക്കുള്ള കോർ സെക്ടറിന്റെ ഔട്ട്പുട്ട് ഏതൊക്കെയാണ് കോർ സെക്ടർ എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിക്കാം. എന്തായാലും അവയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഏകദേശം 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42 മാസം അഥവാ 3.5 വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1.8% ഇയർ ഓൺ ഇയർ ഡീ ഗ്രോത്ത് ഈ പറഞ്ഞ പോലെ രേഖപ്പെടുത്തിയതായിരിക്കും എന്നിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ വാർത്തയിൽ ഉപരിയായിട്ട് മീൻസ് 42 മന്ത്സിന്റെ ഫസ്റ്റ് എന്താ പറയുക ഡിപ്പ് കണ്ടു എന്നുള്ളതിനുപരിയായിട്ട് അതായിരിക്കത്തില്ല നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് കൂടുതൽ വരുന്ന എന്താണ് ഈ കോർ സെക്ടർ അല്ലെങ്കിൽ ഈ കോർ സെക്ടറിന്റെ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെയാണ് മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇറ്റ്സ് എ പ്രൈം ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ നേഷൻ. അതായത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്തെടുക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്, റിപ്പോർട്ടാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന കാര്യം ഓർക്കാം. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഗ്രോത്തും ഡെവലപ്മെന്റ് രണ്ടാം. ഇപ്പം ഗ്രോത്ത് ഒക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ടേംസ് ആണ് GDP. ഒരു രാജ്യത്തിന്റെ GDP ഒക്കെ തന്നെ എത്രത്തോളം ഉണ്ട്, അത് വളരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. ബിക്കോസ് ഡെവലപ്മെന്റ് വരുമ്പോഴേ ഉള്ളൂ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് അതിനകത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. റോഡുകൾ നല്ല നല്ല റോഡുകൾ വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ റെയിൽവേ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കാം. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒക്കെ വരുന്ന ഡെവലപ്മെന്റ് നമ്മളത് ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് പഠിക്കുന്നത്. അത്തരത്തിൽ ഒരു രാജ്യത്തിന് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മീൻസ് ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു നൽകുന്ന ഒരു ഡേറ്റയാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇത് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. പബ്ലിഷ് ചെയ്യുന്ന മന്ത്ലി ബേസിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള ഒരു മിനിസ്ട്രിയാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CS എന്നുള്ള കാര്യം ഓർക്കാം. ഇവർ ബേസിക്കലി
നമ്മൾ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കമ്പാരിസൺ ഇയർ വേണമല്ലോ. ഇതാണ് ബേസ് ഇയർ എന്ന് പറയുവാണെങ്കിൽ. ബേസ് ഇയർ എന്ന് പറയുന്നത് നിലവിൽ 2011-12 എന്നുള്ള ഇനിയാണ് ഈ ഒരു ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ആ ബേസ് ഇയറിന് നമ്മൾ 100 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വർഷം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മാസത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇപ്പം സെപ്റ്റംബർ ആണെന്ന് വിചാരിക്കാം. സെപ്റ്റംബർ കഴിഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ ഈ പറഞ്ഞ പോലെ നമ്മൾ സെപ്റ്റംബർ മാസം IIP എടുക്കുമ്പോഴേക്കും അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2011-12 ഫിനാൻഷ്യൽ ഇയർ കാലഘട്ടത്തിലെ സെപ്റ്റംബറിലെ ഡേറ്റ ആയിട്ടാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴേക്കും ഇപ്പം 116 ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്ന ബേസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 16% വർധനവുണ്ടെന്നുള്ളതാണ് ആ 116 ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ 100-ന് താഴത്തേക്ക് വാല്യൂ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ബേസ് ഇയറിനേക്കാളും ഗ്രോത്ത് അത്ര ഇല്ല, അതിനേക്കാൾ താഴെ ഒരു ഗ്രോത്ത് ആണ് നിലവിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഓർത്തിരിക്കണം, ബേസ് ഇയറിന് വാല്യൂ 100 ബേസ് ഇയർ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2011-12 ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. പബ്ലിഷ് ചെയ്യുന്ന മന്ത്ലി ബേസിൽ CSO ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കിയേക്കാം. ഇനി ഇവിടെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പോളിസികളൊക്കെ മേക്ക് ചെയ്യുന്ന RBI ആയിക്കോട്ടെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒക്കെ ആയിക്കോട്ടെ ഈ IIPയിൽ ഡേറ്റ നോക്കിയിട്ടാണ് കറന്റ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, എക്കണോമിക്കലി അവസ്ഥ എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് മാറ്റാം, ഈ പറഞ്ഞ പോലെ ഇവിടെ ഡിമാൻഡ് കൂട്ടണോ കുറയ്ക്കണോ, ഇൻഫ്ലേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ RBIയും മിനിസ്ട്രി ഓഫ് ഫിനാൻസും ഈ പറഞ്ഞ പോലെ പരിശോധിക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാ കമ്പനികളിലെ എല്ലാത്തരം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും കൂടെ ചേർത്തിട്ടുള്ള ഡേറ്റയാണ്. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് 8 കോർ ഇൻഡസ്ട്രീസ്. അതായത് 8 പ്രധാനപ്പെട്ട സെക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്. ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫൈനറി പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി, സ്റ്റീൽ സെക്ടർ, കോൾ സെക്ടർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസേഴ്സ്. ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഒരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്, ഡിക്രീസിംഗ് ഓർഡറിലാണ്. കാരണം ഹയസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിൽ റിഫൈനറി പ്രൊഡക്ട്സിനും ഏറ്റവും ലീസ്റ്റ് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സിനുമാണ്. ആ ഓർഡർ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. പലതവണ ഈ പറഞ്ഞ പോലെ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആ ഒരു ഡിക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ, ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ. ഏത് ഡിക്രീസിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, റിഫൈനറി പ്രോഡക്ട്സ്, ഇലക്ട്രിസിറ്റി അങ്ങ് തുടങ്ങി ലാസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് വരെ. കാരണം ഈ പറഞ്ഞ 8 സെക്ടേഴ്സ് കേന്ദ്രീകരിക്കുന്ന 40% IIP എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. അതിൽ 40.27% വെയിറ്റേജ് ഉള്ളത് ഈ 8 കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസിനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഓർഡറൊക്കെ ഓർക്കണം. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ കൃത്യമായിട്ട് ആവശ്യം വരാവുന്ന കാര്യങ്ങളാണ്. ഈ കോർ ഇൻഡസ്ട്രീസ് IIPയിലെ ഓൾമോസ്റ്റ് 40%, തെറ്റി ചിലപ്പോൾ 50% എബോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. 50% ഒന്നുമില്ല. IIPയിലെ 40.2% അല്ലെങ്കിൽ അപ്രോക്സിമറ്റ്ലി 40% പിടിച്ചിരുന്നു. അപ്രോക്സിമറ്റ്ലി 40% ആണ് 8 കോർ ഇൻഡസ്ട്രീസിന്റെ വെയിറ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണ് നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ആവശ്യമുള്ളത്. കാരണം ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളാണ്. ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ കൂടിയാണ്. ഇത് ന്യൂസ് ആയിട്ടല്ല വന്നത്, ബട്ട് ഇതൊരു പിക്ചർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് നമ്മൾ നോക്കണം. അതിന് പ്രിലിംസിന്റെ ബേസിലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുള്ളതൊക്കെയാണ്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഫെസ്റ്റിവൽസിന്റെ ഒക്കെ ഫോട്ടോസ് ഇതുപോലെ കാണാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ കളരിപ്പയറ്റിന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോട്ട് റേസ്, കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടുത്തെ വള്ളംകളിയുടെ ബോട്ട് റേസിന്റെ ഒരു പിക്ചറും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴേക്കും അത് ഏത് ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന്റെ എങ്കിലും ഫെസ്റ്റിവൽ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി. ഇപ്പം വള്ളംകളി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം. അല്ലെങ്കിൽ അതുപോലത്തെയുള്ള പിക്ചേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെച്ചേക്കുക ഏത് സംസ്ഥാനത്തെയാണ് ആ പോയിന്റ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോഴേക്കാണ് ഇത് 1 ഹോൺ റൈനോസറസിന്റെ പിക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദേ ആർ ഗ്രേസിംഗ് ഇൻ പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി പരീക്ഷയ്ക്ക് നോക്കേണ്ട ആ പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചും അറിയണം. പിന്നെ രണ്ടാമതായിട്ട് 1 ഹോൺ റൈനോസറസിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. അത്ര ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രിലിംസിന്റെ കാര്യങ്ങൾ ഒന്ന് എന്താ പറയുക സെറ്റാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി അറിയാവുന്ന കാര്യമാണ്. ആസാമിലെ ഒരു പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് 1 ഹോൺ റൈനോസ് നോക്കണം. ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് 1 ഹോൺ റൈനോസ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. എന്നാൽ ഈ 1 ഹോൺ റൈനോസിന്റെ കോൺസെൻട്രേഷൻ നോക്കുവാണെങ്കിൽ, ഏരിയ വൈസ് ഉള്ള കോൺസെൻട്രേഷൻ നോക്കുവാണെങ്കിൽ ഇത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. കോൺസെൻട്രേഷൻ വൈസ് ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ കസീരംഗ നാഷണൽ പാർക്ക്, അതും ആസാമിൽ തന്നെയാണ് കസീരംഗ നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ കോൺസെൻട്രേഷൻ വൈസ് ആണ് സെക്കൻഡ് ഹയസ്റ്റും, ഡെൻസിറ്റി വൈസ് ആണ് ഹയസ്റ്റുമാണ് 1 ഹോൺ റൈനോസിന്റെ കാര്യത്തിൽ ആരുള്ളത്? പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഇതിൽ ഈ പറഞ്ഞ പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കസീരംഗയും ആസാമിൽ തന്നെയാണ്. കസീരംഗയുടെ ഓൾമോസ്റ്റ് സിമിലർ ലാൻഡ്സ്കേപ്പും വെജിറ്റേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മിനി കസിരംഗ എന്ന് അറിയപ്പെടാറുണ്ട്. ദേ ആർ പ്രൈമർലി ഹോം ടു എൻഡേഞ്ചേർഡ് 1 ഹോൺ റൈനോസറസ്. ഏറ്റവും പ്രധാനപ്പെട്ട പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫേമസ് ആയിരിക്കുന്ന ഈ 1 ഹോൺ റൈനോസറസിന്റെ പേരിലാണ്. എന്നാൽ അത് കൂടാണ്ട് ഒരുപാട് ആനിമൽസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെപ്പേർഡ് ക്യാറ്റ്, ഫിഷിംഗ് ക്യാറ്റ്, ജംഗിൾ ക്യാറ്റ്, ഫെറൽ ബഫലോ, വൈൽഡ് പിഗ്സ്, ചൈനീസ് പങ്കോളിങ്സ് തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയ ഈ ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് 1 ഹോൺ റൈനോസറിന്റെ കൃത്യമായിട്ട് അടുത്ത സ്ലൈഡിനകത്തുണ്ട്. അതല്ലാതെ
ലെപ്പേർഡ് ക്യാറ്റ്, ഫിഷിംഗ് ക്യാറ്റ്, ജംഗിൾ ക്യാറ്റ്, അങ്ങനെ ചൈനീസ് പാങ്കോളിൻസ് വരെ. ഇവയുടെ IUCN സ്റ്റാറ്റസും ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ പൊബിറ്റോറോ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണപ്പെടാറുണ്ട്. ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ ആനിമൽസിനെ കാണുന്നുണ്ടോ തുടങ്ങിയ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നൊരു ഹോംവർക്ക് പോലെ ഒന്ന് എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് ചെയ്തു വെക്കുന്നതും നല്ലതായിരിക്കും പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ. ഈവൻ ഈ പറഞ്ഞ ആനിമൽസ് അല്ല വാർത്തയിൽ വന്നെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് ഓരോ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതും കൂടെ നോക്കുക, ആസാമിലുള്ള മറ്റ് 5 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ, 5 നാഷണൽ പാർക്കുകൾ ആസാമിലുണ്ട്. ദിബ്രു സായിക്കോവ, കസിരംഗ, മാനസ്, നമേരി നാഷണൽ പാർക്ക്, ദെൻ രാജീവ് ഗാന്ധി ഒറങ് നാഷണൽ പാർക്ക്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും നാഷണൽ പാർക്കുകൾ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് അത്യാവശ്യം ഒന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ നമുക്ക് ആ ഒരു നോളജ് ഒക്കെ ആവശ്യം വരും. പ്രിലിംസിന്റെ ഒക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നേരം ചിലപ്പോൾ ആ ഒരു നോളജ്, ഈ നാഷണൽ പാർക്ക് ഇന്ന സംസ്ഥാനത്താണ്, അവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻ രീതി അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിക് രീതി ഇന്നതൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് സഹായകരമാകാറുണ്ട്. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരുന്നേക്കാം. ഇനിയാണ് നമ്മുടെ ആ ഒരു റൈനോസറസിലേക്ക് പോകുന്നത്. ലോകത്തെമ്പാട് നോക്കുവാണെങ്കിൽ 5 സ്പീഷീസ് ഓഫ് റൈനോസറസ് ആണുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹോൺ റൈനോസ് ഇൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്നതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് റൈനോസും. ഇന്ത്യ ഉൾപ്പെടുന്ന മീൻസ് ഏഷ്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ് ഗ്രേറ്റ് വൺ ഹോൺ, ജാവൻ ആൻഡ് സുമാത്രൻ റൈനോ സ്പീഷീസ് ആണ് ഏഷ്യയിൽ കൂടപ്പെട്ട് കാണുന്നത്. 5 സ്പീഷീസ് ഉണ്ട് റൈനോസറസ് ഉണ്ട്. വൈറ്റും ബ്ലാക്കും ആഫ്രിക്കയിലും, ഗ്രേറ്റ് വൺ ഹോൺ, ജാവൻ ആൻഡ് സുമാത്രോ ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഇതാണ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഈ പറഞ്ഞ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ 5ന്റെയും നമുക്ക് IUCN സ്റ്റാറ്റസ് ഒന്ന് പഠിച്ചിരിക്കണം. ബ്ലാക്ക് റൈനോ ആണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഈ പറഞ്ഞ പോലെ 2 ആഫ്രിക്കൻ സ്പീഷീസ് ഉണ്ടല്ലോ, വൈറ്റും ബ്ലാക്കും. അതിൽ തന്നെ സ്മോളർ വൺസ് ആണ് ബ്ലാക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, സ്മോളർ ആണ് ബ്ലാക്ക് റൈനോ. വൈറ്റ് റൈനോയുടെ കാര്യത്തിൽ നിയർ ത്രെട്ടൻഡ് ആണ്, അത്രത്തോളം ഇതില്ല, നിയർ ത്രെട്ടൻഡ് ആണ്. ദെൻ ഈ പറഞ്ഞ പോലെ റിസർച്ചേഴ്സ് ഹാവ് ക്രിയേറ്റഡ് ആൻ എംബ്രിയോ ഓഫ് നോർത്തേൺ വൈറ്റ് റൈനോ ബൈ യൂസിങ് IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ മുഖാന്തരം ഈ ഇടയ്ക്ക് നോർത്തേൺ വൈറ്റ് റൈനോയുടെ ഈ പറഞ്ഞ എംബ്രിയോ റിസർച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വൈറ്റ് റൈനോ ആണ്, ആഫ്രിക്കയിലാണ് അവ കാണപ്പെടുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ് പ്രധാനമായിട്ട് ഈ വൺ ഹോൺ റൈനോ. അപ്പോൾ വൾണറബിൾ കാറ്റഗറിയാണ്. IUCN സ്റ്റാറ്റസ് പ്രകാരം വൺ ഹോൺ റൈനോ വൾണറബിൾ നേരിടുന്നതെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ജാവൻ കാറ്റഗറി വൺ ഹോൺ റൈനോ ഉണ്ട്, ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ്. സുമാത്രൻ റൈനോ ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ്. അത് മലേഷ്യയിലൊക്കെ തന്നെ അത് എക്സ്റ്റിൻഡ് ആയിട്ടുമുണ്ട്. കാരണം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് കാറ്റഗറി മീൻസ് എക്സ്റ്റിൻഡ് പോലുള്ള കാറ്റഗറിയിലേക്ക് നീങ്ങാം. ഒന്നെങ്കിൽ ഇപ്പോൾ എക്സ്റ്റിൻഡ് വൈൽഡ് ആകാം. എക്സ്റ്റിൻഡ് വൈൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാടുകളിൽ അവയെ കാണപ്പെടാറില്ല. മെയിൻലി ചിലപ്പോൾ അവ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഇതർ ഈ പറഞ്ഞ പോലെ സൂവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അവയെ കാണപ്പെടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണുന്ന ഏതാണ്? വൺ ഹോൺ റൈനോ ആണ്. ഓൺലി ദ ഗ്രേറ്റ് വൺ ഹോൺ റൈനോസ് ഫൗണ്ട് ഇൻ ഇന്ത്യ ആൻഡ് ദർ ഓൾസോ നോൺ ആസ് ഇന്ത്യൻ റൈനോ എന്ന് അറിയപ്പെടുന്നു. ലാർജസ്റ്റ് ഓഫ് റൈനോ സ്പീഷീസ് വെച്ച് ഏറ്റവും ലാർജസ്റ്റ് ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് വൺ ഹോൺ റൈനോ. ഇവിടെ പ്രത്യേകം നമ്മൾ ആ പിക്ചറിൽ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ ഒരു ഇതാണ് വൺ ഹോൺ റൈനോസ്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ബ്ലാക്ക് ഹോൺ ആണ് ആൻഡ് ഗ്രെയിൻ ബ്രൗൺ ഹൈഡ് ആണ് വിത്ത് സ്കിൻ ഫോൾഡ്സ് ഉണ്ടാവും. സ്കിന്നിൽ ഫോൾഡുകളൊക്കെ നമുക്ക് ഇവിടെയാണെങ്കിലും കാണാൻ സാധിക്കും അല്ലേ? ഇവിടെ കണ്ടോ, സ്കിന്നിൽ ഓരോ ഫോൾഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് അങ്ങനെയുള്ള പ്രത്യേകതയാണല്ലോ. മെയിൻലി ഈ പറഞ്ഞ ഇവ കഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈറ്റ് ചെയ്യുന്നതും ഗ്രാസസും അതുപോലെ ലീവ്സ്, ബ്രാഞ്ചസ് ഓഫ് ഷബ്സ് ആൻഡ് ട്രീസ്, ഫ്രൂട്ട്സ് ആൻഡ് അക്വാറ്റിക് പ്ലാന്റ്സിന്റെ ഒക്കെ ലീവ്സും ബ്രാഞ്ചസ് ഒക്കെയാണ് മെയിൻലി ഇവ ആഹാരമാക്കുന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് കിടക്കുകയാണ്. ഈ 3 ആർട്ടിക്കിൾ വരെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാര്യങ്ങളാണ് മെയിൻലി അവിടെ പഠിച്ചു പോകുന്നത്. സുപ്രീം കോടതി ഓപ്പൺസ് IIT ഡോർ ഫോർ സ്റ്റുഡന്റ് ഹു കുഡ് നോട്ട് പേ ഫീസ് ഓൺ ടൈം എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു പോയിന്റ്, ഒരു ആർട്ടിക്കിൾ ആണിത്. എസ്പെഷ്യലി പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസിന്റെ ആംഗിളിലൊക്കെ നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിക്കിൾ കൂടി തന്നെയാണ്. നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഒരു വാർത്ത കൂടിയാണിത്. അതായത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പം IIT പോലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുകയാണ്. ഒരു SC കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ IITയുടെ JEE എൻട്രൻസിലൊക്കെ നല്ല റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് ഈ പറഞ്ഞ പോലെ IIT ധൻബാദിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അഡ്മിഷൻ കിട്ടുമ്പോൾ നമുക്കറിയാം, നോർമലി പറഞ്ഞ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അഡ്മിഷൻ കിട്ടി, ഈ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി ഈ പറഞ്ഞ പോലെ വളരെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കാരണം പേരൻസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി വേജസ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫീസ് ഈ പറഞ്ഞ ഏകദേശം 17,500 രൂപയായിരുന്നു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കിട്ടി മീൻസ് അഡ്മിഷൻ കിട്ടി ഫീസ് ആയിട്ട് അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു 17,500 രൂപ കണ്ടെത്താനായിട്ട് ആളുടെ പേരൻസ് ഈ പറഞ്ഞ പോലെ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്നൊരു സംഭവമാണ്. ജൂൺ 24-ാം തീയതി ആയിരുന്നു അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു, മീൻസ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ 5 മണിക്കുള്ളിൽ ഈ പറഞ്ഞ ടൈമിനുള്ളിൽ അത് അടയ്ക്കാനായിട്ട് സാധിച്ചില്ല.
കാരണം പൈസ കണ്ടെത്തി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കിട്ടിയ അഡ്മിഷനെ അത് ബാധിക്കാൻ തുടങ്ങി. മീൻസ് ആ അഡ്മിഷൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ രജിസ്ട്രേഷൻ കൂടെ ഫീസ് അടച്ചെങ്കിലുള്ളൂ അഡ്മിഷൻ പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ കിട്ടിയ അഡ്മിഷൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ആള് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവാണിത്. സുപ്രീം കോടതി എന്ത് ചെയ്തു, ഈ ഒരു ഫീസ് അടയ്ക്കാനായിട്ട് സ്വല്പം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇടാനായിട്ട് സുപ്രീം കോടതിയെ സഹായിച്ച ഈ പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142. അപ്പോൾ ഇതിനകത്ത് എക്സാം റിലേറ്റഡ് ഈ കഥകളോ കാര്യങ്ങളോ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പ്രിലിംസിനോ കാര്യങ്ങളോ ചോദിച്ചേക്കത്തില്ല. നമുക്ക് ആവശ്യം വരുന്ന എവിടെയാണ് ആ ആർട്ടിക്കിൾ 142. മെയിൻസിനാണെങ്കിൽ പോലും ഇത്ര വിശദമായിട്ട് കഥ എഴുതാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എഴുതാൻ പറ്റുന്നത് റീസെന്റ് 142 പ്രകാരം ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു ജസ്റ്റ് ഈ പറഞ്ഞ ഒരു SC കാറ്റഗറിയിലുള്ള കുട്ടിക്ക് IIT ധൻബാദിലേക്ക് അഡ്മിഷൻ ഈ പറഞ്ഞ പോലെ നേടിയെടുക്കാനായിട്ട് സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കോട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ല വിശദമായിട്ട് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത്ര വിശദമായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ആർട്ടിക്കിൾ 120 ഓർത്തിരിക്കാം. സോ ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എ യുണീക് പവർ ടു സുപ്രീം കോടതി. അപ്പോൾ ഈ പവർ ആർക്ക് മാത്രമുള്ള? സുപ്രീം കോടതിക്കുള്ള, ഹൈക്കോടതിക്കോ മറ്റു കോടതികൾക്കോ അല്ല. ആർട്ടിക്കിൾ 142 പ്രകാരം യുണീക് പവർ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നവർക്കാണ്, സുപ്രീം കോടതിക്കാണ്. ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ്. ആർട്ടിക്കിൾ 142 എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻ കേസ് പ്രിലിംസിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷനകത്ത് സെർച്ച് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ജസ്റ്റിസ്, അല്ലെങ്കിൽ നമ്മൾ മെയിൻസിന് ആൻസർ എഴുതുമ്പോൾ മസ്റ്റായിട്ട് അവിടെ കാണേണ്ട ആ ഒരു കീവേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ്. ബിറ്റ്വീൻ ദ പാർട്ടീസ് വെയർ അറ്റ് ടൈംസ് ലോ ഓർ സ്റ്റാറ്റ്യൂട്ട് മേ നോട്ട് പ്രൊവൈഡ് എ റെമഡി. അതായത് ചില സമയങ്ങളിൽ നിയമപരമായിട്ട് നമുക്ക് ജസ്റ്റിസ് കിട്ടിയില്ലെന്ന് വന്നേക്കാം. ആ സമയങ്ങളിൽ അവിടെ പാർട്ടീസ് പറഞ്ഞാൽ ഏത് ഭാഗത്താണോ ന്യായമുള്ളത് ആ ഭാഗത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പാക്കാനായിട്ട് സുപ്രീം കോടതി അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142. സോ ഇൻ ദോസ് situations, a court can extend itself to put an end to the dispute in a manner that would fit the facts of the case. അതായത് ഈ കേസിൽ അങ്ങനെ ഒരു നടപടിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് സുപ്രീം കോടതി കേസിൽ ഇടപെട്ടു. താൽക്കാലിക മീൻസ് ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയുടെ അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതി ഓർഡർ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ ജസ്റ്റിസിന്റെ, സാമൂഹ്യ നീതി എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവ്, പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ 152 എന്താണെന്നുള്ള ഓർത്തിരിക്കുക. നോക്കുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് ഇതിനകത്ത് ഏറ്റവും കീവേഡ്. പിന്നെ ഈ അധികാരം കൊടുത്തിരിക്കുന്നവർക്കാണ്, സുപ്രീം കോടതിക്ക് എന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആ ഒരു മെയിൻ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾസിൽ കിടക്കുവാണ്. നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ഹാവിംഗ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യസ് ന്യൂക്ലിയർ എനർജി. അപ്പോൾ ന്യൂക്ലിയർ എനർജി നമുക്കറിയാം റിന്യൂവബിൾ സോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബിക്കോസ് ന്യൂക്ലിയർ എനർജി ശരിക്കും പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആണ്. അത് എന്തുകൊണ്ട് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ്. ന്യൂക്ലിയർ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂലുകളുണ്ടല്ലോ, അത് ആക്ച്വലി റീപ്ലനിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ന്യൂക്ലിയർ എനർജിയെ നമ്മൾ പറഞ്ഞ പോലെ നോൺ റിന്യൂവബിൾ എന്ന എനർജി കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ന്യൂക്ലിയർ എനർജി ഒരു നോൺ റിന്യൂവബിൾ ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തെർമൽ ഇലക്ട്രിസിറ്റിയിലൂടെയാണ്. തെർമൽ പവർ പ്ലാന്റുകളിലൂടെയാണ് നമ്മൾ കൂടുതലും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം പറയുവാണെങ്കിൽ മോർ ദാൻ 60% ആ രീതിയിലാണ് ഇന്ത്യയിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെക്കുറെ അറിയാം, ഈ പറഞ്ഞ പോലെ അതിൽ കൂടുതലും ബഹുഭൂരിപക്ഷം തെർമൽ പവർ പ്ലാന്റുകളും പ്രവർത്തിക്കപ്പെടുന്നത് ഈ പറഞ്ഞ എന്തെങ്കിലും ഫോസിൽ ഫ്യൂലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഈതർ കോളാകാം, കൂടുതലും കോളാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീസൽ പവർ പ്ലാന്റുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് തെർമൽ പവർ സ്റ്റേഷൻസ് കൂടുതൽ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷൻസ് റൺ ചെയ്യുമ്പോൾ ഒരുപാട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത. ബിക്കോസ് ഈ ഫ്യൂലുകൾ ബേൺ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റീം ഉൽപ്പാദിപ്പിച്ച് ടർബൈൻസ് റൺ ചെയ്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് പുക അല്ലെങ്കിൽ പൊല്യൂഷൻ ഈ പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 2070 ഇന്ത്യ ഒരു കാർബൺ ന്യൂട്രൽ രാജ്യമാകാനായിട്ട് പ്രയാസപ്പെടും. ബിക്കോസ് ഇത്രത്തോളം കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന കാരണം 2070 എന്നുള്ള ഡെഡ് ലൈൻ ഒരുപക്ഷെ നമുക്ക് പാലിക്കാൻ പറ്റിയെന്ന് വന്നേക്കത്തില്ല. അതിനുവേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ വർഷത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോഴും ക്ലീനർ ഫ്യൂവൽസിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം സോളാർ എനർജി. അതുകൊണ്ട് തന്നെയാണ് സോളാർ എനർജി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് PM മഫ്ത് ബിജ്ലി ഹർ ഘർ യോജന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നത്. അത് മാത്രമല്ല, മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. 2070 നമുക്ക് നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറാനായിട്ടൊക്കെ ഒരു പരിധിവരെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ COP26 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 26 മീറ്റിംഗിൽ ഗ്ലാസ്ഗോയിൽ വെച്ച് ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ വെച്ചിട്ട് ഇന്ത്യ പ്ലെഡ്ജ് ചെയ്തൊരു കാര്യമുണ്ട്. ബൈ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ 500 GW കപ്പാസിറ്റി ഇലക്ട്രിസിറ്റി നമ്മൾ ഏത് മാർഗത്തിലൂടെ ജനറേറ്റ് ചെയ്തിരിക്കും? റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കറന്റ് 2024 അവസാനിക്കാറാവുമ്പോഴും ഇന്ത്യയുടെ
റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 200 GW എത്തിയിട്ടുള്ളൂ. ആക്യുറേറ്റ് പറയുകയാണെങ്കിൽ 198 199 GW മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പോഴും എത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 300 GW എങ്കിലും ഷോർട്ടേജ് ഈ 2030 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് ഉണ്ടാകാൻ ചാൻസ്. ഷോർട്ടേജ് ഇൻ ദ സെൻസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു 300 GW കുറവാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതൊക്കെ മറികടന്ന് ആ ടൈം ലൈൻ കൃത്യമായിട്ടും ഏത് 2030 ഡെഡ് ലൈൻ ആയാലും 2070 കാർബൺ ന്യൂട്രൽ ആകേണ്ട ഡെഡ് ലൈൻ എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്ന ഏത് എനർജിയാണ്? ന്യൂക്ലിയർ എനർജിയാണ്. ബിക്കോസ് ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരുപാടധികം പൊട്ടൻഷ്യൽ നിലവിൽ കിടക്കുന്നുണ്ട്. കാരണം ടോട്ടൽ എനർജി പ്രൊഡക്ഷനെ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3%, 3.3, 2.5 ടു 3.3 ഒക്കെയാണ് പറയപ്പെടാറുള്ളത്. അതിനിടയിൽ 2.5% മുതൽ 3%, 3.3% വരെയൊക്കെ മാത്രമാണ് നമ്മുടെ ടോട്ടൽ എനർജി പ്രൊഡക്ഷന്റെ ഏത് ഭാഗമാകുന്നത്? ന്യൂക്ലിയർ എനർജി ഭാഗമാകുന്നത്. വിച്ച് മീൻസ് ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ്. ഒരുപാട് സ്കോപ്പ് ഉണ്ട് അതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഈ മേഖലയിൽ ഒരുപാട് ന്യൂക്ലിയർ എനർജി ബേസ്ഡ് ആയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ടെക്നോളജിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഈ മേഖല എസ്പെഷ്യലി പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയുള്ള കൂടുതലും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ തന്നെ യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളാണ്. യുറേനിയം എന്ന് പറയുന്നത് യുറേനിയം തോറിയമാണ് നമ്മൾ പഠിക്കുന്നതാണ്. യുറേനിയം തോറിയം ഒക്കെയാണ് പ്രധാനമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ സാധിക്കുന്ന യുറേനിയം മാത്രമാണ്. തോറിയം നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം തോറിയമാണ് പോലും. ഇപ്പം നമ്മുടെ കേരളത്തിലെ ചവറയിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചവറയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മൾ കരിമണൽ ഖനനം ചെയ്യുന്നതൊക്കെ വാർത്തയിൽ കേൾക്കാറില്ലേ? ഇവിടങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തോറിയമാണ്. തോറിയമാണ് ഈ പറഞ്ഞ പോലെ ഖനനം ചെയ്ത് നമ്മളവിടെ കണ്ടെത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തോറിയം നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ന്യൂക്ലിയർ ഫ്യൂവൽസ് റിയാക്ടേഴ്സിൽ ഡയറക്റ്റ് ആയിട്ട് തോറിയം ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് യുറേനിയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ യുറേനിയത്തിന്റെ ഡിപ്പോസിറ്റ് ഇന്ത്യയിൽ വളരെ കുറവ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഈ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ നിൽക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പണിയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ഉള്ള കാര്യവും അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജികൾ ആവശ്യമാണ്. ബിക്കോസ് ഇത്തരത്തിൽ വലിയ റിയാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൈസ വേണം. പിന്നെ അതുപോലെ തന്നെ സമയം വേണം, ഒരുപാട് സമയം വേണം. പിന്നെ ഇത് കൃത്യമായിട്ട് സേഫ് ആയിരിക്കും ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെർണോബിയൽ ദുരന്തമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രത്തോളം വലിയ ദുരന്തങ്ങളെ ആയിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അതുപോലെ തന്നെ പണ്ട് ജപ്പാനിൽ ഈ പറഞ്ഞ ഫുക്കുഷിമയിലുണ്ടായ ആണവ ദുരന്തം, അങ്ങനെയുള്ള പല എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പണിയുക അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഒരു എന്താ പറയുക ഒരു ടെഡിയസ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ഏറ്റവും പ്രധാനം ഫണ്ട് തന്നെയാണ്. വലിയ ഫണ്ട് ഇതിനകത്ത് ആവശ്യമാണ്. ഹ്യൂജ് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്തരം പൈസകളൊന്നും ഒരുപാട് കണ്ടെത്താൻ സാധിക്കത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ന്യൂക്ലിയർ എനർജി ഇത്രത്തോളം ഒരു നേസൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഒരു തുടക്ക കാലഘട്ടത്തിലായിട്ട് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2030 നമുക്ക് ആ ഒരു 500 GW ഉൽപ്പാദിപ്പിക്കാനായിട്ടോ 2070 ആകുമ്പോഴേക്കും നമുക്ക് കാർബൺ ന്യൂട്രൽ രാജ്യമാകാനായിട്ടോ ഒരുപക്ഷെ സാധിച്ചു തന്നേക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് മെഷേഴ്സ് ഒരു പരിധി വരെ നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് ചെറിയ റിയാക്ടേഴ്സ് ആണ്. അതിലൂടെ നമുക്ക് ചെറിയ ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഒരുപാട് ഈ പറഞ്ഞ പോലെ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനോ പരിപാടികളൊന്നും ആവശ്യമില്ല. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ ഈ പറഞ്ഞ പോലെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 300 മെഗാവോൾട്ട് വരെയൊക്കെ ആയിരിക്കും ഒരു സ്മോൾ റിയാക്ടേഴ്സിന്റെ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് അധിക സമയത്ത് ഇറക്കിയില്ലാതെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. വലിയ കൂടുതൽ ഈ പറഞ്ഞ പോലെ സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ നോർമൽ റിയാക്ടറിന്റെ അത്രയും ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഇപ്പൊ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ഒരു സുരക്ഷാ ഭീഷണിയോ ഒന്നും തന്നെ ഇവ ഉണ്ടാക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാരത് സ്മോൾ റിയാക്ടേഴ്സിനെ കുറിച്ച് ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇതാണ് ഇതിന്റെ ഒരു കൃത്യമായിട്ടൊരു ഓവർവ്യൂ. ഈ ഒരു ആർട്ടിക്കിളിൽ കൃത്യമായിട്ടുള്ള ഓവർവ്യൂ. എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ന്യൂക്ലിയർ എനർജി ഇപ്പം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ന്യൂക്ലിയർ മാത്രമല്ല മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. then ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ എനർജി ഇസ് ഫിഫ്ത്ത് ലാർജ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഫിഫ്ത്ത് ലാർജ് സോഴ്സ് മാത്രമാണ്. ഫസ്റ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ തെർമൽ ഇലക്ട്രിസിറ്റിയാണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് മൊത്തം നോക്കുവാണെങ്കിൽ 22 ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്. 7 പവർ പ്ലാന്റുകളിലായിട്ട് 22 ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണുള്ളത്. നിലവിൽ ഈ റിയാക്ടേഴ്സിനെല്ലാം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന 6780 മെഗാവോൾട്ട് ന്യൂക്ലിയർ പവർ മാത്രമാണ്. ഓക്കെ, ഇവിടെ ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെയാണ് പവർ സ്റ്റേഷൻസ് ഉള്ളത്? രാജസ്ഥാനിലുണ്ട്, ഗുജറാത്ത്, ദെൻ ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് 2 നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ യു പിയിലെ നരോര അറ്റോമിക് പവർ പ്ലാന്റ് യു പി. ഇത് മാച്ച് ഫോളോയിങ് ആയിട്ട് പ്രതീക്ഷിക്കും കേട്ടോ. കാരണം കക്രപ്പാർ അറ്റോമിക് പവർ പ്ലാന്റ് എവിടെയാണ് മാച്ച് ഫോളോയിങ് ചെയ്യുക? ഗുജറാത്താണ്. താരാപൂർ ഇരിക്കുന്ന മഹാരാഷ്ട്രയാണ്. കൈഗ ആണ് ഈ പറഞ്ഞ കർണാടകത്തിലുള്ളത്. കൂടംകുളം നമ്മുടെ തൊട്ടടുത്തുള്ളത് കൂടംകുളം, അതുപോലെ മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റ് ആണ് തമിഴ്നാട്ടിലുള്ളത്. ദെൻ നരോര ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ് രാജസ്ഥാൻ പേര് പോലെ തന്നെ രാജസ്ഥാനാണ് ഉള്ളത്. ഇത്രയാണ് 7 പവർ പ്ലാന്റ്. ഈ 7 പവർ പ്ലാന്റിലായിട്ട് 22 റിയാക്ടേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം ഓർക്കുക. ഇനി ഈ പറഞ്ഞ രീതിയിൽ
നമ്മൾ എയിം ചെയ്യുന്നത് 2031 ആകുമ്പോഴേക്കും ടോട്ടൽ ഇലക്ട്രിസിറ്റിയുടെ മീൻസ് അറ്റോമിക് പവർ 5% വരണം. ഇപ്പം നിലവിൽ 2.5 to 3.3 ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ 3.2 വന്നിട്ടുണ്ട്. അത് 2031 ആകുമ്പോഴേക്കും 5% വളർത്തണം എന്നുള്ളതാണ്. അങ്ങനെ പോയെങ്കിലേ ഉള്ളൂ നമുക്ക് ആ നെറ്റ് സീറോ എക്കണോമി 2070 ആകുമ്പോഴേക്കും നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു യുറേനിയം തോറിയം ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ യുറേനിയത്തിന്റെ ഡിപ്പോസിറ്റുകളാണ് ഞാൻ മെയിൻലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വെക്കുവാണ് നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് എവിടെയെങ്കിലും പ്രിലിംസിന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, തോറിയത്തിന്റെ കാര്യം നമുക്കറിയാം. ഏറ്റവും നമ്മുടെ ഇവിടെ തന്നെയുണ്ട്, ചവറയിലുണ്ട്, അത് തോറിയമാണ്. പക്ഷേ തോറിയത്തിന്റെ പ്രശ്നം ഇത് ഡയറക്റ്റ്ലി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ദെൻ തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശ്, ദെൻ ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും തോറിയത്തിന്റെ ഡിപ്പോസിറ്റ്സ് കാണപ്പെടുന്നത്. കൂടുതലും സീ ഷോർ ആണ്, കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് കൂടുതൽ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഈ വർഷത്തെ ഒരു അപ്ഡേഷൻ ആണ്, നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചതാണ് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്, അഥവാ ഇതിന്റെ മറ്റൊരു പേരാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പുതിയ വലിയ റിയാക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും, ഒരുപാട് പൈസയുടെ ആവശ്യമാണ്. ഇത് താരതമ്യേന ചെറിയ റിയാക്ടേഴ്സ് ആണ്. 300 മെഗാവോൾട്ട് കപ്പാസിറ്റി ആയിരിക്കും ഒരെണ്ണത്തിനുണ്ടാവുക. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ നിലവിൽ അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കംപ്ലീറ്റ്ലി റിസർവ്ഡ് ഫോർ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് അണ്ടറിലാണ് കംപ്ലീറ്റ്ലി അറ്റോമിക് എനർജി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റിയാക്ടേഴ്സ് പണിയാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് സെക്ടറിന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല. പ്രൈവറ്റ് സെക്ടറെ നമ്മൾ എന്തുകൊണ്ട് ആ മേഖലയിൽ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് പ്രധാനമായിട്ട് നോക്കുക. കാരണം ബിക്കോസ് പ്രൈവറ്റ് സെക്ടറും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് മാറും. ഈ മേഖലയിൽ പ്രോഫിറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇൻ കേസ് എങ്ങാനും ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് ഒന്നെങ്കിൽ ആ പ്രദേശം അല്ലെങ്കിൽ ആ രാജ്യത്ത് തന്നെ ഉള്ള ആളുകൾ ഒരുപക്ഷെ ബാധിക്കാനുള്ള ചാൻസസ്, റേഡിയേഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സേഫ്റ്റി കണക്കാക്കിയാണ് നമ്മൾ നിലവിൽ പ്രൈവറ്റ് സെക്ടർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത്. പക്ഷേ ഈ ഒരു ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് കൊണ്ടുവരുമ്പോഴേക്കും അതിന്റെ ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റണം. പ്രൈവറ്റ് പ്ലേയേഴ്സിൽ നിന്നും ഫണ്ടൊക്കെ സ്വീകരിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മീൻസ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും ഓൾ ഓവർ ഈ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്മോൾ റിയാക്ടേഴ്സിന്റെ ഒക്കെ തന്നെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മേൽനോട്ടം ഒക്കെ തന്നെ കൃത്യമായിട്ടും ഗവൺമെന്റ് കൈവശമായിരിക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മേൽനോട്ടവും കാര്യങ്ങളൊന്നും ആർക്ക് കൊടുക്കരുത്, പ്രൈവറ്റിന് കൊടുത്തേക്കരുത്. അതിന്റെ മേൽനോട്ടം, അതിന്റെ ഈ പറഞ്ഞ റെഗുലേഷന് കാര്യങ്ങളൊക്കെ തന്നെ ആർക്കായിരിക്കും ഇരിക്കേണ്ടത്, ഗവൺമെന്റ് ആയിരിക്കും ഇരിക്കേണ്ടത്. പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാം, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗം അവർക്ക് വീതിച്ചു കൊടുക്കാനായിട്ടും സാധിക്കും. ഭാരത് സ്മോൾ റിയാക്ടേഴ്സിന്റെ പ്രത്യേകത 300 മെഗാവോൾട്ട് ആണ് കപ്പാസിറ്റി, സേഫ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലോ കാർബൺ എനർജി സോഴ്സ് ആണ്. പൊതുവെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ലോ കാർബൺ എനർജി സോഴ്സ് ആണ്. അതിന് കൂടുതൽ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവും സേഫും ആയിട്ട് മാറ്റാൻ സാധിക്കും ഈ ഒരു ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇന്ത്യസ് സിൽവർ ഡിവിഡൻഡ് ചലഞ്ചസ് ടു ഓപ്പർച്യൂണിറ്റി. സിൽവർ ഡിവിഡൻഡ്, സിൽവർ എക്കണോമി ഒക്കെ ബേസിക്കലി ഒരു സംഭവം, ഒരേ കാര്യം തന്നെയാണ് ബേസിക്കലി. അതായത് മെയിൻലി ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ പോലെ ഏജ് ഓൾഡ് പോപ്പുലേഷൻ അങ്ങനെ വരുമ്പോഴേക്കാണ് സിൽവർ എക്കണോമി എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. തീർച്ചയായിട്ടും സിൽവർ എക്കണോമി ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ, ഇന്ത്യയുടെ കാര്യത്തിൽ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒരു ഓൾഡ് മീൻസ് ഏജ് ഓൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താരതമ്യേന ഒരു യങ്ങർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ ഇപ്പം ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ 27 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ഇന്ത്യയുടെ ഒരു മീൻ ഏജ് എടുക്കുവാണെങ്കിൽ. താരതമ്യേന പക്ഷേ ചൈനയിലും അതേപോലെ US എടുക്കുവാണെങ്കിൽ അത് 35+ അല്ലെങ്കിൽ 40+ ഒക്കെ ആയിട്ട് മാറിക്കൊണ്ട്, ചൈനയുടെ ഒക്കെ 36 ഇയേഴ്സ് ആ റേഞ്ചിൽ നിൽക്കുമ്പോഴേക്കും അമേരിക്കയുടെ ഒക്കെ നോക്കുവാണെങ്കിൽ 44-45 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതേ അവസ്ഥ തന്നെയാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള വലിയൊരു സാമ്പത്തിക ശക്തി രാജ്യങ്ങളിൽ വെച്ചിട്ട് താരതമ്യേന നല്ലൊരു മീൻസ് ഏജിന്റെ ഒരു ഏജ് പോപ്പുലേഷൻ കാണാൻ സാധിക്കുന്ന നിലവിൽ ഇന്ത്യയിലാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത്, ആരോഗ്യ മേഖലയുടെ ഈ പറഞ്ഞ പോലെ മുന്നേറ്റം കാരണവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ കിട്ടുന്നു, ആളുകളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നല്ല ആഹാരങ്ങൾ അവർക്ക് വാങ്ങിക്കഴിയാൻ സാധിക്കുന്നു. അങ്ങനെ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആളുകൾ മാറുന്നുണ്ട്. അതിന്റെ ഭാഗമായി അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ, ജനങ്ങളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇപ്പം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇങ്ങനെ ഇമ്പ്രൂവ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ രാജ്യത്ത് ഏജ് ഓൾഡ് പോപ്പുലേഷൻ കൂടി വരാനായിട്ടുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. സോ ഇതിനെയാണ് നമ്മൾ സിൽവർ എക്കണോമി എന്ന് പറയുന്നത്. മീൻസ് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ, സർവീസുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഗുഡ്സുകളായിക്കോട്ടെ, ഇതടങ്ങുന്ന എക്കണോമി വിളിക്കുന്ന പേരാണ് സിൽവർ എക്കണോമി. അത്തരത്തിലുള്ള പോപ്പുലേഷന്റെ ഒരു അളവിനെ പറയുന്ന പേരാണ് സിൽവർ ഡിവിഡൻഡ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ കാര്യം ഒബിയസ്ലി ഒരു ചലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഏജ് ഓൾഡ് ആകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേരളത്തിലാണ്. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഏജിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏജ് ഓൾഡ് ആകുമ്പോൾ അനുസരിച്ച് ഈ പറഞ്ഞ അതിനനുസരിച്ചുള്ള മീൻസ് കാര്യങ്ങൾ, ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ വേണം. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം
നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ഏജ് ഓൾഡ് ഫ്രണ്ട്ലി ആക്കി മാറ്റാനായിട്ട് സാധിക്കണം. കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ, സ്റ്റെയർ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഏജ് ഓൾഡ് ഫ്രണ്ട്ലി എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇനി സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതിന് സമീപം മറ്റ് എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ ഈ പറഞ്ഞ പോലെ ബിൽഡിങ്സിൽ ആളുകൾക്ക് ചെല്ലാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ മാഡം അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കെയറുകൾ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചലഞ്ചുകളായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്തേക്കുക, ഇന്ത്യസ് എൽഡർലി പോപ്പുലേഷൻ ഈസ് ഓൺ ദ റൈസ് ആണ്. അത് നിലവിൽ 2011 സെൻസസ് നോക്കുമ്പോൾ ടോട്ടൽ പോപ്പുലേഷന്റെ 8.6% ഉണ്ടായിരുന്നത്. അത് 2036 വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് 12.5% ആകാൻ ഇടയാകും. 2050 ആകുമ്പോഴേക്കും ടോട്ടൽ പോപ്പുലേഷന്റെ 19.5% ഏജ് ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽഡർലി പോപ്പുലേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇതുകൊണ്ട് തന്നെ ഒരു അർജന്റ് ആയിട്ടുള്ള കെയർ ഈ പറഞ്ഞ പോലെ ഈ എൽഡർ കെയർ എക്കോസിസ്റ്റം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും വളരെ വളരെ കൂടുതലാണ്. ഇതാണ് സിൽവർ എക്കണോമി. സിൽവർ എക്കണോമി എന്ന് പറഞ്ഞ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എയിംഡ് അറ്റ് യൂസിംഗ് ദ പർച്ചേസിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഓൾഡർ ആൻഡ് ഏജ് ഓൾഡ്. മീൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡർ ആൻഡ് ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഗുഡ്സും അതുപോലെ തന്നെ സർവീസുകളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിൽവർ എക്കണോമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്നത്. ഇതിന് ഓൾമോസ്റ്റ് വർത്ത് എടുത്ത് നോക്കിയാൽ 73,000 crore റുപ്പീസിന്റെ ഇപ്പോഴുള്ള ആവശ്യകതയായിരിക്കും സിൽവർ എക്കണോമിയിൽ ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് നാൾക്ക് നാൾ കഴിയുന്നവരും കൂടുതലുള്ളൂ. ബിക്കോസ് ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുകയും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടുതലേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു വർത്ത് തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ മുന്നിലേക്ക് ഉയർന്നേക്കാം. സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇവരുടെ മീൻസ് ചലഞ്ചസ് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് ഹെൽത്ത് വൈസ് ഒരു സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാം. എന്നാൽ പോലും ഇത് വലിയൊരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് കരുതാം. ബിക്കോസ് ഏജ് ഓൾഡ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും വർഷം, ഇപ്പം 60 വയസ്സൊരു വ്യക്തിയാന്ന് പറഞ്ഞെങ്കിൽ 60 വയസ്സ് കാലഘട്ടത്തിൽ അതിൽ തന്നെ മേ ബി ഒരു 30 അല്ലെങ്കിൽ 35 വയസ്സ് ആൾ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും. ആ ഏജിൽ ആള് സമ്പാദിച്ച ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഒരു മെഷീനറിയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എക്കണോമിക്ക് ആവശ്യമായിട്ട് വരും. അത് വരുന്ന തലമുറയെ പഠിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കമ്പനിയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാലും ആ ഒരു കമ്പനിയിൽ അത്യാവശ്യം ആ കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ തുടക്ക കാലഘട്ടം തൊട്ടിട്ടുള്ള ഒന്ന് രണ്ട് പേരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പഴക്കം ചെന്ന കമ്പനിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 25 30 ഒക്കെ അല്ലെങ്കിൽ 35 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഈവൻ റിട്ടയർമെന്റ് കഴിഞ്ഞും ആ കമ്പനിയിൽ അവരെ നിർത്തുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് അങ്ങനെ നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഉള്ളിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. മേ ബി ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഒരു നല്ലൊരു ഭാഗം ഇവർ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ കമ്പനി വളർന്നു വന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ എന്താ പാസ്റ്റിൽ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഡിസിഷൻസിനെ കുറിച്ചിട്ടൊക്കെ നല്ല ബോധവാന്മാരായിരിക്കും വരും. അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന പുതിയ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ഇവരെ കൃത്യമായിട്ട് ആവശ്യമാണ്. സോ ദേ ക്യാൻ പ്രൊവൈഡ് എ വൈറ്റൽ ജനറേഷൻ ലിങ്ക് ഫോർ അപ്കമിങ് ജനറേഷൻ ഒരു വൈറ്റൽ ജനറേഷൻ ലിങ്ക് കൊടുക്കാനായിട്ട് ഈ ഒരു എൽഡറി പോപ്പുലേഷൻ സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിലൊക്കെയാണെങ്കിലും മോറൽ വാല്യൂസ്, കുട്ടികളിലും മോറൽ വാല്യൂസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് എൽഡർലി പോപ്പുലേഷൻ സഹായിക്കും. ബിക്കോസ് നമ്മൾ പ്രായമായ ആളുകൾ, അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ അവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ പോലെ എന്താ മോറൽ വാല്യൂസ് ഒക്കെ കുട്ടികളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൽഡർലി പോപ്പുലേഷന്റെ ഒരു സിഗ്നിഫിക്കൻസ് വളരെ വളരെ ക്രൂഷ്യലാണ്. ദെൻ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ഇന്ത്യ ഫോർ ഫ്യൂച്ചർ. അതായത് ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ പൊതുവിൽ നമ്മൾ സമൂഹത്തിൽ മാറ്റി നിർത്തുന്നത് കാണുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. അവരെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് സാധിക്കണം. ബിക്കോസ് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി അവർക്ക് ഇപ്പം ആണെങ്കിൽ ആ എൽഡർലി പോപ്പുലേഷൻ ഇപ്പം പറയുവാണെങ്കിൽ കുറച്ച് ഭാഗമുള്ളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് 12% എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവർക്ക് ഇപ്പോൾ നിലവിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഭാവിയിൽ ഈ ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും ഈ ആളുകൾക്കുള്ള എല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കറന്റ്ലി അവരുടെ കാര്യങ്ങൾ നമുക്ക് നിറവേറാനായിട്ട് സാധിക്കണം. അവരെ നമുക്ക് കൂടുതൽ നിർത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇത് മെയിൻലി ഗവൺമെന്റ് ഇവിടെ എൽഡർലി പോപ്പുലേഷന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ്. സെക്രട്ടറി പോർട്ടൽ, സേജ്, എൽഡർലി ലൈൻ, IPOP, ദെൻ ഈ പറഞ്ഞ രാഷ്ട്രീയ വയോശ്രീ യോജന, വയോശ്രേഷ്ഠ സമ്മാൻ, പ്രധാനമന്ത്രി വയോവന്ദന യോജന, ദെൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ ഒക്കെ തന്നെ എൽഡർലി ആളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന സർട്ടൻ ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇതും ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ ഒരു MCQ ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് തന്നെ 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ആൻസർ കണ്ടെത്തി നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്